വോട്ട് ചേർക്കാത്തതിന്റെ ഉത്തരവാദിത്തം ആ വ്യക്തിക്കാണ് പ്രാഥമികമായി. ആ വോട്ട് ചേർക്കാത്ത അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയായി ഇറക്കിയ പാർട്ടിക്കാണ് രണ്ടാമത്തെ ഉത്തരവാദിത്തം. ഈ രണ്ട് പേരുമാണ് ഇതിലെ കുറ്റവാളികൾ. അതിനു പകരം മറ്റുള്ളവരുടെ തലയിലേക്ക് കുറ്റം കെട്ടിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ്. അതിനുശേഷമായിരിക്കും ഒരുപക്ഷേ ഈ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നതടക്കം നോക്കുന്നത്. കാരണം സാർ പറഞ്ഞല്ലോ, നേരത്തെ അരുൺ സാർ പറഞ്ഞല്ലോ, നാമനിർദ്ദേശ പത്രികയിൽ പൂരിപ്പിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതിൽ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും ഈ വോട്ടർ പട്ടിക എടുത്തു നോക്കിയത്. കാരണം എവിടെയാണ് ഡിവിഷൻ ഏതാണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയണമല്ലോ. അപ്പോഴൊന്നും എന്തുകൊണ്ടാണ് ഈ 8ാം ഡിവിഷനിലെ 4ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത ആൾക്ക് ആ അഡ്രസ് അതേപടി പറയാൻ കഴിയാത്തത്? അപ്പോൾ 2020 വോട്ട് ചെയ്തെങ്കിൽ 8ാം നമ്പർ ഡിവിഷനിലെ 4ാം നമ്പർ ബൂത്തിൽ അത് അവിടെ കിടക്കണമല്ലോ. ഇനി കോർപ്പറേഷൻ ERO പറഞ്ഞത് എന്താണ്? EROയുടെ ഫൈൻഡിംഗ് ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പോയിരിക്കുകയാണ്. ആ ഫൈൻഡിംഗ് എന്ന് പറയുന്നത് 2020 ശേഷമുള്ള ഒഴിവാക്കൽ പട്ടികയുണ്ട്. ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനും ഒരു പട്ടികയുണ്ട്. ഒഴിവാക്കിയവരുടെ പേരൊക്കെ അതിൽ കൃത്യമായി കിടപ്പുണ്ടാകും. ഈ പറയുന്നത് പോലെ ആരും ഒന്നും മുക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ആ ഒഴിവാക്കൽ പട്ടികയിൽ വിനുവിന്റെ പേരില്ല. ഇനി ആരെങ്കിലും പരാതി നൽകിയിട്ടുണ്ടോ? വിനുവിന്റെ വോട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി എതിർകക്ഷി, അവിടെ LDFനെ ആണല്ലോ പറയുന്നത്, ആരും പരാതിയും നൽകിയിട്ടില്ല. പരാതിയുമില്ല, ഒഴിവാക്കിയിട്ടില്ല. പിന്നെ ആര് വെട്ടി, എന്തിനു വെട്ടി, എങ്ങനെ വെട്ടി? ചേർക്കാത്ത ഒന്ന് വെട്ടാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ അതുകൊണ്ടാണ് നിൽക്കുന്നത്. CPIഎമ്മിന്റെ ഗൂഢാലോചന എന്ന വാദമൊന്നും അവിടെ നിൽക്കില്ല എന്നുള്ളതാണ് എൻ്റെ ബോധ്യം. എന്തായാലും മലാപ്പറമ്പിൽ വോട്ട് ചെയ്തു എന്ന് ഇനി 8ാം നമ്പർ ഡിവിഷനിലെ 4ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്തു എന്ന് ഇനി പറഞ്ഞാൽ അത് കേസാകുമെന്നുള്ളത് ഉറപ്പാണ്. ആ രീതിയിലൊരു നിയമപരമായ നീക്കത്തിലേക്കൊക്കെ കടക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഇന്ത്യ മുന്നണിയാണല്ലോ.